ഹായ് ഹലോ നമസ്കാരം. പതിവ് പോലെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ ആളുകൾക്കും സ്വാഗതം. സലീം കുമാറേട്ടന്റെ വിയോഗം മലയാള സിനിമയ്ക്ക് വലിയൊരു നഷ്ടം തന്നെയാണ്. കാരണം പകരം വെക്കാൻ പറ്റാത്ത ഒരു ആക്ടറാണ്. ഒത്തിരി കോമഡി ആർട്ടിസ്റ്റുകൾ ഇപ്പം നമ്മുടെ ഈ 2026 സിനിമാ മേഖലയിൽ തിളങ്ങി നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും ഇവരുടെ ഒന്നും അത്ര തമാശ പറഞ്ഞ് ആളുകളെ ചിരിപ്പിക്കാൻ പറ്റുന്ന അത്ര കേപ്പബിലിറ്റി ഉള്ള ആക്ടേഴ്സിനൊന്നും ഈ ഒരു കാലഘട്ടത്തിൽ കാണാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. ഒന്ന് ഓർത്ത് നോക്കുക. സലീം കുമാറേട്ടൻ, ഹരിശ്രീ അശോകൻ ചേട്ടൻ, പിന്നെ ജഗദീഷ്, പിന്നെ ഇന്നസെന്റ്, അങ്ങനെ ഒത്തിരി പേരുണ്ട്. അവരെല്ലാവരും മലയാള സിനിമയ്ക്ക് കിട്ടിയ ഒരു നിധി തന്നെയാണെന്ന് പറയാല്ലേ. അങ്ങനെയുള്ള ഒരു നിധിയുടെ വിയോഗത്തിന്റെ ഇടയ്ക്ക് സംഭവിക്കുന്ന ചില പ്രഹസന സാധനങ്ങളാണ് നമ്മൾ ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത്. ഒരു മരണ വീട്ടിൽ എങ്ങനെയാണ് അച്ചടക്കം പാലിക്കേണ്ടതെന്നോ അവിടെ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്നോ പോലും അറിയാത്ത കുറെ മൊണ്ണകൾ, അങ്ങനെ പറയാം. ആദ്യം നമുക്ക് ചന്തുവിന്റെ വൈകാരികമായിട്ടുള്ള ഒരു ബിഹേവിയർ ഒന്ന് കണ്ടേക്കാം. ഇവിടെ നമ്മുടെ വി.ഡി. സതീശൻ മുഖ്യമന്ത്രി സാറ് കടക്കുപുറത്ത് അല്ലെങ്കിൽ പുറത്താക്ക് എന്ന് പറയുന്നത് മറ്റേ കടക്കുപുറത്തലുമായിട്ട് യാതൊരുവിധ ബന്ധമില്ലാത്ത കാര്യമാണ്. ഇവിടെ ഒരു മരണവീടാണ്. അതുപോലും ആലോചിക്കാതെ, അതുപോലും ശ്രദ്ധിക്കാതെ, എങ്ങനെ പെരുമാറണമെന്ന് ബിഹേവ് ചെയ്യാത്ത ചില ആളുകൾ ക്യാമറ എന്ന് പറയുന്നില്ല, മൊബൈൽ ഫോണും പൊക്കി പിടിച്ചുകൊണ്ട് സ്വന്തം വീട്ടിലെന്തോ വിവാഹ ഫംഗ്ഷൻ നടക്കുന്ന പോലെ യാതൊരു വിധത്തിലുള്ള കൂസലുമില്ലാതെ ഇടിച്ചു കയറി ചെന്ന് മറ്റൊരാളുടെ പ്രൈവസി നശിപ്പിക്കുന്ന രീതിയിൽ ഓരോ കാര്യങ്ങൾ കാട്ടിക്കൂട്ടുന്നതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സാർ ഇത്രയധികം കടക്കുപുറത്ത് അവരെ പുറത്താക്കുക എന്ന് പറഞ്ഞിട്ട് ഇത്രയും ബഹളം വെക്കുന്നതും ഒച്ചപ്പാടുണ്ടാക്കുന്നതും. അവർക്ക് കുറച്ച് ബൈറ്റ്സ് വേണം, വേറൊന്നുമല്ല അവർക്ക് വേണ്ടത്. ഈ ബാക്കഡ് എന്ന് പറഞ്ഞാൽ നമ്മളായിരിക്കും വല്ല വണ്ടികളോടാന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. അത് അവിടെ കൂടിയിരിക്കുന്ന മൊബൈൽ ഫോണും കൊണ്ടുപോയിരിക്കുന്ന കുറച്ച് മാധ്യമ പ്രവർത്തകരാണ് കേട്ടോ. യഥാർത്ഥ മാധ്യമ പ്രവർത്തകരുടെ ഡ്യൂപ്ലിക്കേറ്റ് വേണമെങ്കിൽ ഒരു ഷോപ്സി പ്രൊഡക്റ്റ് എന്നൊക്കെ പറയാം. നിങ്ങൾ അവിടെ ശ്രദ്ധിച്ചു കാണും. ഒത്തിരി പേര് ക്യാമറയും കൊണ്ട് ഒരു നിശ്ചിത അകലം പാലിച്ചുകൊണ്ട് അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം പകർത്തിയെടുക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ചാനലുകാരാണ്. മീഡിയ പ്രസൻസ് ഉണ്ടാവും. ഒരു സെലിബ്രിറ്റി മരിച്ചു കഴിഞ്ഞാൽ ഒരു മീഡിയ പ്രസൻസ് എന്താണെങ്കിലും അവിടെ ഉണ്ടാവും എന്ന് കരുതിയിട്ട് അവരുടെ പ്രൈവസിയിലോട്ട്, അവരുടെ ദുഃഖത്തിലോട്ട് ഇടിച്ചു കയറി ചെന്ന് മൊബൈൽ ഫോൺ പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കുന്നതല്ല മാധ്യമ പ്രവർത്തനം എന്ന് ചിന്തിച്ചു നോക്കുക. അത് മനസ്സിലാക്കാത്ത കുറെ എണ്ണാണ് ഈ പരിപാടി കാണിച്ചു വെച്ചിട്ടുള്ളത്. ഇവിടെ ഒരു നിശ്ചിത അകലം പോലും പാലിക്കാതെ അവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരുടെ ഇടയിലോട്ട് തള്ളിക്കയറുന്നു, മൊബൈൽ ഫോൺ പൊക്കി പിടിച്ചുകൊണ്ടിരിക്കുന്നു. എന്ത് ആവശ്യത്തിനാണ്? ഇവിടെ മകൻ എന്ന രീതിയിൽ ചന്തു റിയാക്ട് ചെയ്തതിൽ ഒരു തെറ്റുമില്ല. ഇങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്? ഒത്തിരി പേര് അതിന് പ്രഹസനം എന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു പ്രഹസനമാണോ? നിങ്ങളുടെ വീട്ടിൽ ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യത്തിന് സോഷ്യൽ സ്റ്റാറ്റസ് ഉണ്ട്. ആരെങ്കിലും ഒക്കെ ഇതേമാതിരി ഞങ്ങൾ ഓൺലൈൻ മീഡിയക്കാരാണെന്നും പറഞ്ഞിട്ട് ക്യാമറയിൽ പൊക്കി പിടിച്ചുകൊണ്ട് വന്ന് വീഡിയോ എടുക്കുന്ന സമയത്ത് നിങ്ങൾ എടുത്തോന്നും പറഞ്ഞ് അവിടെ കണ്ണും കെട്ടി നോക്കി നിൽക്കുക, അല്ലെങ്കിൽ അവിടെ എങ്ങനെ പെരുമാറണമെന്ന് പോലും അറിയാണ്ട് അച്ചടക്കം കാണിക്കാതെ നിന്ന് ഇങ്ങനത്തെ ഓരോ പരിപാടി കാണിക്കുന്നവരെ ആട്ടി പുറത്താക്കുമോ? ചന്തു ചെയ്തിട്ടുള്ള അത് തന്നെയാണ്. അവിടെ ഏതൊക്കെ മീഡിയയ്ക്ക് പ്രസൻസ് അവർ അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ട്, അത്രയും ആൾക്കാർ മീഡിയക്കാർ അവിടെ അത് കവർ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഈ മൊബൈൽ ഫോണും പൊക്കി പിടിച്ചുകൊണ്ട് ചെല്ലുന്നത് എവിടുത്തെ മാന്യതയാണ്? കല്യാണ വീടോ വേറെ വല്ല റിസപ്ഷനോ വേറെ എന്തെങ്കിലും പരിപാടിക്കൊക്കെ ക്ഷണിച്ചിട്ട് ചെല്ലുകയാണെങ്കിൽ ഓക്കെ. ഇത് ഇൻവിറ്റേഷൻ പോലും ഇല്ലാതെ ഇടിച്ചു കയറി ചെന്നിട്ട് അവിടെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പകർത്തിയെടുക്കുക, മറ്റുള്ള ആൾക്കാരോട് ചോദ്യം ചോദിക്കുക, സ്ത്രീകളുടെ അവിടെ കൂടിയിരിക്കുന്ന അല്ലെങ്കിൽ അത് കാണാൻ വേണ്ടി എത്തുന്ന സ്ത്രീകളുടെ വീഡിയോസും കാര്യങ്ങളും അവരുടെ പെർമിഷൻ പോലും ഇല്ലാതെ പല ആംഗിളിൽ വെച്ച് പകർത്തുക, ശേഷം അത് പോസ്റ്റ് ചെയ്യുക. ഇതൊക്കെ ശരിയായ കാര്യമാണോ? നിങ്ങളോട് മാധ്യമപ്രവർത്തനം ചെയ്യേണ്ട എന്നൊന്നും പറയുന്നില്ല, ഓൺലൈൻ മീഡിയയായിട്ട് വീഡിയോ ദൃശ്യങ്ങൾ പകർത്തേണ്ട എന്നും പറയുന്നില്ല. പക്ഷേ ചില സ്ഥലങ്ങളിൽ കാണിക്കേണ്ട മാന്യത, അച്ചടക്കമുണ്ട്. അത് പാലിച്ചുകൊണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആർക്കും ഒരു ഉപദ്രവമില്ല. അവരുടെ പേഴ്സണൽ സ്പേസിലോട്ട് ഇടിച്ചു കയറി ചെല്ലാതിരിക്കുക. സ്ത്രീകളുടെ വീഡിയോ പിടിക്കുന്ന സമയത്ത് അതിൻ്റെതായ മാന്യതയിൽ വീഡിയോ പിടിക്കുക. ഇതൊക്കെ ഇനി ആരൊക്കെ പറഞ്ഞു തന്നിട്ടാണ് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്? ഇത് മാത്രമല്ല, ഇതിൽ രസകരമായ വേറൊരു കാഴ്ചയുണ്ട്. നമ്മളെ റിനി, രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിലൊക്കെ വല്ലാതെ വിവാദ ചർച്ചയായിട്ടുള്ള നടി റിനി, പുള്ളിക്കാരി അവിടെ ചെന്നിട്ട് ഇളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു മരണവീടാണ് എന്നുള്ള ബോധം പോലുമില്ല. തനിക്ക് പരിചയമുള്ള ആൾക്കാരെ കാണുന്നു, അവരെ കാണുന്നവർ ഷെയ്ക്കാൻ എടുക്കുന്നു, ചിരിക്കുന്നു, കമ്പനി അടിക്കുന്നു, വർത്താനം പറയുന്നു. ഇതൊക്കെ വർത്താനം പറയാൻ നിങ്ങൾക്ക് ആ വീടിന്റെ പുറത്ത് അല്ലെങ്കിൽ ആ പരിസരത്തിന്റെ പുറത്ത് എന്തോരം സൗകര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ ഈ ചടങ്ങെല്ലാം കഴിഞ്ഞ് പിന്നെ ഏതെങ്കിലും വേദിയിൽ വെച്ച് കാണുമ്പോൾ നിങ്ങൾക്ക് സംസാരിക്കാമല്ലോ. അതല്ലാന്നുണ്ടെങ്കിൽ അത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ ഫോൺ ചെയ്ത് സംസാരിക്കുക, അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുക. അതല്ല നിങ്ങളൊരു സൗഹൃദം പുലർത്തുകയാണ് എന്നുണ്ടെങ്കിൽ ഷെയ്ക്കാൻ എടുക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ അവിടെ ഒരു മിതമായ ചിരിയും ലളിതമായ സംഭാഷണങ്ങളും അത് ഒതുങ്ങണം. അതല്ലാണ്ട് അത്രയും വലിയ മീഡിയ പ്രസൻസിന് മുമ്പിൽ ഒരു മരണ വീട്ടിൽ കയറി ചെന്ന് കൈയും കോർത്ത് പിടിച്ച് ഇങ്ങനെ ആർത്തുലസിച്ചിരിക്കുക, വർത്താനം പറയാന്ന് പറയുന്നത് അത്ര ശരിയായ നടപടിയല്ല. ഈ ഒരു ക്ലിപ്പിൽ മാത്രമല്ല, വേറെ പല ക്ലിപ്പിനകത്തും ഈ സ്ത്രീ ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ്സുകാരെ കൂട്ടത്തിലും തലയ്ക്ക് വെളിവില്ലാത്ത സ്ഥിരതയില്ലാത്ത കുറെ എണ്ണം ഉണ്ട്. അത് തെളിയിക്കുന്ന ഒരു ക്ലിപ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. മരണ വീട്ടിൽ മുഖ്യമന്ത്രിയെ പൊന്നാട അടിയിക്കുന്ന ഒരു പൊട്ടൻ പ്രവർത്തകൻ.
ഇവനൊക്കെ ഇത്രയും ബുദ്ധിയുള്ളൂ. പൊന്നാട അണിയിക്കാനൊക്കെ എന്തോരം സ്ഥലങ്ങളുണ്ട്, എന്തോരം അവസരങ്ങളുണ്ട്. ഇതുവരെ എന്തോരം പൊന്നാട നിങ്ങൾ അണിയിച്ചു. ഇന്നേ ദിവസമെങ്കിലും അദ്ദേഹത്തിന്റെ ആ ഒരു മരണ വീട്ടിലെ ആ ഒരു ചടങ്ങിലെ പ്രസൻസിൽ ഇത്തരത്തിലുള്ള പ്രഹസനങ്ങൾ ഒഴിവാക്കിക്കൂടെ? ഇതാണ് പ്രഹസനം. ചന്തു അങ്ങനെ റിയാക്ട് ചെയ്തതല്ല പ്രഹസനം, ഇതാണ് പ്രഹസനം. ഒരു മരണ വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോഴല്ല മുഖ്യമന്ത്രിക്ക് കഴുത്തിലൂടെ പൊന്നാട അണിയിക്കേണ്ടത്. അത്ര പോലും ബോധമില്ലാത്തൊരു കോൺഗ്രസ് പ്രവർത്തകൻ. ഇവരൊക്കെ എന്തിനാണ് നിങ്ങൾ താങ്ങിപ്പിടിച്ചുകൊണ്ട് നടക്കുന്നത്? ഒന്ന് ചിന്തിച്ചൂടെ? അവിടെ വെച്ച് പൊന്നാട അണിയിച്ച് വലിയ പ്രൗഢ ഗാംഭീര്യത്തിൽ കയറി ചെന്ന് പ്രസംഗിക്കാൻ പോകുന്നില്ല, ഒരു അനുശോചനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോവുകയാണ്. മരണ വീട്ടിലെ പെർമിഷൻ ഇല്ലാണ്ട് പെണ്ണുപിടിയന്മാർ കയറിയെന്നൊക്കെ ചില ആൾക്കാർ ചർച്ചയാക്കുന്നുണ്ട്. വേറെ ആരെയും കുറിച്ചല്ല, ദിലീപിനെയും രാഹുൽ മാങ്കൂട്ടത്തിനെയും കുറിച്ചിട്ടാണ്. പരിചയമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ മരിച്ചു കിടക്കുന്ന സമയത്ത് അവർക്ക് പോയി കാണേണ്ട ഒരു ഉത്തരവാദിത്തം ഉള്ളത് കൊണ്ട് അവർ പോയി കാണുന്നു എന്നുള്ള കാര്യം ആദ്യം അത് മനസ്സിലാക്കുക. ശേഷം അവിടെ നടക്കുന്ന വേറൊരു വണ്ടി വന്നു ഇതിൽ നിങ്ങൾക്ക് 2-3 കാര്യങ്ങൾ കാണാൻ വേണ്ടി പറ്റും. ഒന്ന്, നമ്മുടെ മരണ വീട്ടിൽ അനുശോചനത്തിന് ചെന്നിട്ടുള്ള ദിലീപിന്റെ കൂടെ സെൽഫി എടുക്കാൻ വേണ്ടി വ്യഗ്രതപ്പെട്ടിട്ട് അവിടെ കിടന്ന് കഷ്ടപ്പെട്ട് ഫോട്ടോ എടുക്കുന്ന ഒരു വിഡ്ഢി കൂഷ്മാണ്ടം ഒരു ചേട്ടൻ. ഇയാൾക്കൊന്നും ബോധമില്ലേ? എവിടെയെങ്കിലും വെച്ച് കാണാൻ വെച്ച് സെൽഫി എടുക്കുന്ന പോലെയാണോ ഒരു മരണ വീട്ടിൽ ചെന്നിട്ട് കാണിക്കേണ്ടത്? ഇയാളൊക്കെ ചോറ് തന്നെ തിന്നുന്നേ. പിന്നെ രണ്ടാമത്തെ കാര്യം, രാഹുൽ മാങ്കൂട്ടവുമായിട്ടുള്ള കമ്പനി. അവരവിടെ ചെന്നതിന് ശേഷം ഒരുമിച്ച് നിന്നതാണോ, അവർ തമ്മിൽ വലിയ ഫ്രണ്ട്സ് ആണോ എന്നൊന്നും നമുക്കറിയത്തില്ല. പക്ഷെ ഈ കൂട്ടുകെട്ട് അത്ര നല്ലതൊന്നുമല്ല. പിന്നെ ചേരുന്നവരെ ചേരുള്ളൂ എന്നൊക്കെ പറയുന്ന ഗണത്തിലേക്കാണെങ്കിൽ ഇവർ രണ്ടാരും നന്നായിട്ട് ചേരും. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല, കേസ് ഏതാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഇനി മൂന്നാമത്തെ കാഴ്ച, ഇവർ കാറിനകത്തോട്ട് കയറാൻ വേണ്ടി ചെല്ലുമ്പോൾ നടന്നു പോകുമ്പോഴൊക്കെ ഫോണും കൊണ്ട് നിൽക്കുന്ന കുറെ മീഡിയക്കാർ. ഇവരെയാണ് നേരത്തെ ചന്തു ആട്ടി ഓടിച്ച വിഭാഗം. എന്തിനാണ് ഇങ്ങനെ മറ്റുള്ളവരുടെ വ്യക്തിപരമായ പേഴ്സണൽ സ്പേസിലോട്ട് കടന്നു ചെല്ലുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ മാധ്യമധർമ്മം നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ മാറി നിന്ന് ചെയ്തൂടെ? അതല്ലാണ്ട് അവരുടെ അണ്ണാക്ക് കയറിക്കേണ്ട കാര്യമുണ്ട്. 1-2 പേരൊന്നുമില്ല, എന്തോരം ആൾക്കാരാണ് മൊബൈൽ ഫോണും കൊണ്ട് ഓൺലൈൻ മീഡിയ എന്നും പറഞ്ഞിട്ട് ഓരോ സെലിബ്രിറ്റീസിന്റെ ചുറ്റും നടക്കുന്നത്. അവിടെ വന്നു പോയിട്ടുള്ള എല്ലാ സെലിബ്രിറ്റീസിന്റെ കണക്ക് പറയുകയാണെങ്കിൽ ഇതേമാതിരിയുള്ള ഓൺലൈൻ മീഡിയാസിന്റെ ചാനൽ കയറി നോക്കിയാൽ മതി. എല്ലാവരുടെ ചിത്രങ്ങളും പല ആംഗിളിൽ പല രീതിയിൽ പിടിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങളൊരു നന്മ ഉദ്ദേശിച്ച് നല്ല കാര്യം ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കാട്ടിക്കൂട്ടാതിരിക്കും. ഇതൊക്കെ കാണുന്നവന് നല്ല ദേഷ്യമാണ് വരുന്നത്, ഭയങ്കര ഇഷ്ടക്കേടാണ് തോന്നുന്നത്. അല്ലാണ്ട് നിങ്ങൾ ഈ കാണിക്കുന്നതിനെ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും തോന്നുന്നതന്നെ ഇല്ല. നിങ്ങൾ കൊടുക്കുന്ന ക്യാപ്ഷൻസ് ഇതൊക്കെ നിങ്ങൾ എന്താണ് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ നിങ്ങൾ റീച്ചിന് വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്നതാണോ? വീഡിയോ പിടിക്കേണ്ട ഇടണ്ടെന്നൊന്നും പറയുന്നില്ല, പക്ഷെ അതിന് അതിൻ്റെതായ ഒരു മാന്യതയുണ്ട്. അത് ശരിയായ രീതി പാലിച്ച് ചെയ്യാൻ വേണ്ടി എല്ലാ ആളുകളും ശ്രദ്ധിക്കുക എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ ബൈ.